ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ ചാനലിലൂടെയുമായി വിശേഷങ്ങൾ പങ്കിടാറുണ്ട് ഹിമ. റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ഹിമയെ പ്രേക്ഷകർ അടുത്തെറിഞ്ഞത്. പരസ്യങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഹിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊപ്പമായി വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. അടുത്ത കൂട്ടുകാരിക്ക് കുഞ്ഞുണ്ടായതും അവരെ കാണാനായി പോയതിനെക്കുറിച്ചും പറഞ്ഞുള്ള പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ കാലമായി. ഇന്നൊരു സ്പെഷ്യൽ ആളെ കാണാനായി പോവുകയാണ്. കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങിപ്പോവാമെന്ന് കരുതി. ആൾ വന്നപ്പോൾ തന്നെ കണ്ടതാണ് ഞങ്ങൾ. അന്ന് ഞാൻ നല്ല പൊട്ടക്കോലത്തിലായിരുന്നു. ഷൂട്ടല്ലാതെ ഞാൻ ഇങ്ങനെ ഒരുങ്ങാറൊന്നുമില്ല. നല്ല പേക്കോലത്തിലാണ് പോവാറുള്ളത്. എന്നെ അറിയുന്നവർക്കെല്ലാം അതറിയാം. അതിനാണ് എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നതും. ഫ്ലവേഴ്സൊക്കെ വാങ്ങിയായിരുന്നു ഹിമ പോയത്. ഫാമിലി പോലെ തന്നെ നമുക്ക് കണക്ഷനുള്ള ആളുകൾ ഉണ്ടാകാറില്ലേ? അങ്ങനെ ഒരു ആളാണ് ഇവർ. അമ്മയെയും കുഞ്ഞിനെയും അന്ന് തന്നെ കണ്ടതാണ്. അന്ന് പാറു അത്ര ഓക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നുകൂടെ കാണാമെന്ന് കരുതി. ഭാഗ്യം കൊണ്ട് അന്ന് കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി. കുഞ്ഞിനെ മൂന്നാമതായി എടുത്ത ആൾ ഞാനാണെന്നുമായിരുന്നു ഹിമ പറഞ്ഞത്. അമ്മുവിൻ്റെ മേതുമ്മ ക്ലോക്കിലോ ഫോണിലോ 11:11 കാണുമ്പോൾ ആഗ്രഹിച്ചിരുന്നു ബേബി ഗേൾ ആയിരിക്കണമെന്ന്. അതുപോലെ പാറുവിനെ കൊണ്ടും ആഗ്രഹിപ്പിക്കുമായിരുന്നു. അത് ദൈവം കേട്ടു. നവംബർ 11 മേതുമ്മ വന്നു. എന്ത് കോയിൻസിഡൻസ് അല്ലേ? കൃത്യസമയത്ത് രണ്ടാളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു ടെൻഷൻ അടിച്ചെങ്കിലും വാവയെ കണ്ടപ്പോൾ അതൊക്കെ മാറി. ദൈവത്തിന് നന്ദി. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ മേതുമ്മ പുഞ്ചിരിയൊക്കെ തന്ന് തുടങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു ഹിമ കുറിച്ചത്. പോസ്റ്റിന് താഴെ സ്നേഹമറിയിച്ച് പാർവതിയും എത്തിയിരുന്നു. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ സ്നേഹമറിയിച്ചിട്ടെത്തിയുള്ളത്. ഇത്തവണയും സുമിത്തിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സുമിത്തേട്ടന് കൊടുങ്ങല്ലൂരിലാണെന്നുള്ള മറുപടിയായിരുന്നു ഇടയ്ക്ക് ഹിമ നൽകിയത്. സുമിത്തിനോടും ഹിമയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഇത്തരം ചോദ്യങ്ങളിൽ ഇരുവരും പ്രതികരിക്കാറില്ല. സിനിമകളുമായി തിരക്കിലാണ് സുമിത്ത്. ഹിമയും തൻ്റേതായ തിരക്കുകളിലാണ്. അടുത്തിടെയായിരുന്നു മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞ് ഹിമ എത്തിയത്. അവിടെയുള്ള ഫോട്ടോസും വീഡിയോസുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വൈറലായിരുന്നു. ഹിമയും സുമിത്തും തമ്മിൽ പിരിഞ്ഞു എന്ന അഭ്യൂഹങ്ങളും ഉണ്ട്. ആരാധകർ ഇരുവരെയും അന്വേഷിക്കാറുണ്ടെങ്കിലും ഇരുവരും പ്രതികരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ അടുത്തിടെ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലെ പേര് ഹിമ മാറ്റിയിരുന്നു. ഹിമ എം എന്നാണ് ഇപ്പോൾ പേര്. ഹിമ സുമിത്ത് എന്നുള്ള പേര് മാറ്റിയാണ് ഹിമ മണികണ്ഠൻ എന്ന് ഹിമ ആക്കിയത്.